പ്ലസ് 1 ഫിസിക്സ് 10ാമത്തെ ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഈ ചാപ്റ്റർ ആണ് ഇന്ന് ഈ ക്ലാസ്സിൽ നാം റിവിഷൻ ചെയ്യുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും പ്ലസ് 1 ഫിസിക്സ് റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്ലസ് 1 ഫിസിക്സിലെ 10ാമത്തെ ചാപ്റ്ററായ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിലെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്റർ തന്നെയാണിത്. ആദ്യത്തെ ചോദ്യം, റൈറ്റ് ടു ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. എ ലിക്വിഡ് ഈസ് incompressible where gas is compressible. A liquid has a free surface of its own, but gas has no free surface. Next question, define pressure. The normal force exerted by a fluid on an area is called pressure. Equation നമുക്ക് ഇങ്ങനെ എഴുതാം. Pressure P is equal to F divided by A, force by area. Pressure is a scalar quantity. Next question, what do you mean by atmospheric pressure? The pressure exerted by the atmosphere at sea level. 1 atmosphere is equal to 1.013 into 10 raised to 5 Pascal. Next question, define density. Density for a fluid of mass m occupying a volume v is given by rho is equal to mass divided by volume. Define relative density. The relative density of a substance is the ratio of its own density to the density of water at 4 degrees Celsius. Relative density is equal to density of substance divided by density of water at 4 degrees Celsius. It is a dimensionless positive scalar quantity. Write the expression for absolute pressure P at a depth below the surface of a liquid open to the atmosphere. Absolute pressure equation നോക്കാം. P is equal to PA plus rho GH. Next question, write the expression for gauge pressure. Gauge pressure P minus PA is equal to rho GH. ഇക്വേഷൻ കൃത്യമായി തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഗേജ് പ്രഷറിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, വർക്കൗട്ട് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. അത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫെറിക് പ്രഷർ. ഏതാണ് അറ്റ്മോസ്ഫെറിക് പ്രഷർ മെഷർ ചെയ്യാനുള്ള ഡിവൈസ്? മെർക്കുറി ബാരോമീറ്റർ ആണ് അറ്റ്മോസ്ഫെറിക് പ്രഷർ മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ഗേജ് പ്രഷർ ഓർ പ്രഷർ ഡിഫറൻസ്. An open tube manometer is used for measuring gauge pressure or pressure differences. Next question, state Pascal's law for transmission of fluid pressure. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് കൃത്യമായി തന്നെ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിരിക്കണം. Whenever external pressure is applied on any part of a fluid contained in a vessel, it is transmitted undiminished and equally in all directions. പ്രഷർ നമ്മൾ ഫ്ലൂയിഡിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതൊട്ടും നഷ്ടപ്പെടാതെ തന്നെ ആ ഫ്ലൂയിഡിൻ്റെ എല്ലാ ഭാഗത്തേക്കുമായി വ്യാപിക്കുന്നതാണ്. ഇതാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. കൃത്യമായി തന്നെ നമ്മൾ പഠിച്ചിരിക്കുക. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. നമുക്ക് നോക്കാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഹൈഡ്രോളിക് മെഷീൻസ് ആണ് പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻ ആയിട്ട് ചോദിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാറുണ്ട്. ഹൈഡ്രോളിക് മെഷീൻസ് ഏത് ലോ ബേസ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത് എന്നുള്ള ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ വർക്കിംഗ് പാസ്കൽസ് ലോ അനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് എഴുതാൻ സാധിക്കുക എന്ന് നോക്കാം.
അപ്പോൾ ഇതിൽ ആ ചിത്രം ഒന്ന് കൃത്യമായി തന്നെ ഒരു ബ്ലോക്കായിട്ട് നമ്മളൊന്ന് വരച്ചിടുക. അപ്പോൾ അവിടെ ഫോഴ്സ് ഏരിയ, രണ്ട് പിസ്റ്റണിലെയും ഫോഴ്സും ഏരിയയും നമ്മൾ അടയാളപ്പെടുത്തുന്നു. ഒന്നിൽ ഏരിയ കുറവും ഒന്നിൽ ഏരിയ കൂടുതലുമാണ്. A2 എന്ന് പറയുന്ന ഏരിയ A1 കൂടുതലാണ്. ദ പ്രഷർ ഓൺ ദ സ്മോളർ പിസ്റ്റൺ P is equal to F1 divided by A1. ഇക്വേഷൻ നമ്പർ 1. പ്രഷറിന്റെ ജനറൽ ഇക്വേഷനിൽ നിന്നാണ് ഈ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. ദ പ്രഷർ ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ടു ദ ലാർജർ പിസ്റ്റൺ ഓഫ് ഏരിയ A2. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷറാണ്. ഈ പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്ത് അടുത്ത പിസ്റ്റണിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവിടുത്തെ ഫോഴ്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടി സാധിക്കും. F2 is equal to P into A2. പ്രഷറിന്റെ ഇക്വേഷനിൽ നിന്ന് തന്നെയാണ് ഈ ഇക്വേഷനും എഴുതിയിരിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഫ്രം ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1ൽ നമ്മൾ P അറിയാം. അത് ഈ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ F2ന്റെ ഇക്വേഷൻ F2 equal to F1 divided by A1 into A2. That is F2 equal to F1 into A2 by A1. അപ്പോൾ ഇതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ടാമത്തെ പിസ്റ്റണിലെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ. നമ്മൾ പാസ്കൽസ് ലോ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ ലഭിക്കുന്നതാണ്. കൃത്യമായി തന്നെ നമ്മൾ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് പഠിച്ചിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ സ്ട്രീം ലൈൻ ഫ്ലോ ഓർ സ്റ്റഡി ഫ്ലോ? The flow of the fluid is said to be steady if at any given point the velocity of each passing fluid particle remains constant in time. എല്ലാ പാർട്ടിക്കിളിൻ്റെയും വെലോസിറ്റി ഒരു ഫ്ലൂയിഡിൽ അത് ഫ്ലോ ചെയ്യുമ്പോൾ ഒരുപോലെയാണ് എങ്കിൽ അത്തരത്തിലുള്ള ഫ്ലോയെ നമുക്ക് സ്റ്റഡി ഫ്ലോ അല്ലെങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് turbulent flow? Beyond a limiting speed called critical speed, the flow of fluid loses its steadiness and is called turbulent flow. നമുക്കറിയാം, സ്ട്രീം ലൈനിൽ ഒരു ഫ്ലൂയിഡ് അത് ഫ്ലോ ചെയ്യുകയാണ്. ഒരു പ്രത്യേക സ്പീഡ് വരെ അങ്ങനെ തന്നെ ആയിരിക്കും. ആ സ്പീഡിന് അതിന് ശേഷം ഒരു പ്രത്യേക സ്പീഡിന് ശേഷം അതിനെ നമുക്ക് ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് വിളിക്കാം. ആ ഫ്ലൂയിഡിൻ്റെ സ്റ്റെഡിനെസ് അല്ലെങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോ അത് നഷ്ടപ്പെടുന്നു. അപ്പോൾ അതിന് ശേഷമുള്ള ആ ഫ്ലോയെ വിളിക്കുന്ന പേരാണ് ടർബുലന്റ് ഫ്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഫോർ സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ്. ഒരുപാട് തവണ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ഒരു സ്ട്രീം ലൈൻ ഫ്ലോയിലുള്ള ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് എന്താണെന്നുള്ള കാര്യം കൃത്യമായി തന്നെ നമ്മൾ പിക്ചറൊക്കെ വരച്ചിട്ട് ഡിറൈവ് ചെയ്ത് കാണിക്കേണ്ടതാണ്. ഏരിയ ആൻഡ് വെലോസിറ്റി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന രീതിയിൽ നമുക്കത് ഡിറൈവ് ചെയ്ത് കാണിക്കാവുന്നതാണ്. ദ മാസ് ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് ഔട്ട് ഈസ് ഈക്വൽ ടു ദ മാസ് ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് ഇൻ. ദാറ്റ് ഈസ് റോ പി എ പി വി പി ഇൻറ്റു ഡെൽറ്റ ടി. അത് പി എന്ന് പറയുന്ന എൻഡിലെയാണ്. ഈസ് ഈക്വൽ ടു റോ ക്യൂ എ ക്യൂ വി ക്യൂ ഇൻറ്റു ഡെൽറ്റ ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു റോ ആർ എ ആർ വി ആർ ഡെൽറ്റ ടി. നമ്മൾ മുകളിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഒരു പൈപ്പിൻ്റെ 3 പൊസിഷൻസിലുള്ള മാസ് ഓഫ് ലിക്വിഡാണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ഇതെപ്പോഴും ഒരുപോലെയാണ് എന്നാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. ഇഫ് ദ ഫ്ലൂയിഡ് ഈസ് ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ് എങ്കിൽ റോ പി ഈസ് ഈക്വൽ ടു റോ ക്യൂ ഈസ് ഈക്വൽ ടു റോ ആർ. Therefore എ പി വി പി ഈസ് ഈക്വൽ ടു എ ക്യൂ വി ക്യൂ ഈസ് ഈക്വൽ ടു എ ആർ വി ആർ. ജനറലി എ വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് എന്ന രീതിയിൽ നമുക്ക് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഡിറൈവ് ചെയ്ത് പ്രൂവ് ചെയ്ത് കാണിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the equation of continuity and it is a statement of conservation of dash in flow of incompressible fluids. Equation of continuity എന്ന് പറയുന്നത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് കൺസർവേഷനുമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. മാസ് എന്നാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് Bernoulli's principle.
ഈ ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ബെർണോളിസ് പ്രിൻസിപ്പിൾ പ്രൂവ് ചെയ്യുക, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്, തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് നോക്കാം. Bernoulli's principle states that as we move along the kinetic energy per unit volume and the potential energy per unit volume remains a constant. ഒരു സ്ട്രീംലൈൻ ഫ്ലോ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രഷർ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയുടെയും യൂണിറ്റ് വോളിയത്തിലുള്ള ഇത്രയും ക്വാണ്ടിറ്റീസിൻ്റെ സം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. നമുക്കിത് ഇക്വേഷൻ രൂപത്തിൽ ഇങ്ങനെ എഴുതാം: പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇതിൻ്റെ പ്രൂഫിലേക്ക് നമുക്ക് നോക്കാം. ഒരു പൈപ്പ്, ആ പൈപ്പിൻ്റെ രണ്ട് എൻഡിൽ ഉള്ള കുറേ പോയിന്റുകൾ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ പ്രഷർ, അതുപോലെ തന്നെ ഏരിയ, അതുപോലെ അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന രണ്ട് പോയിന്റുകൾ. ഫസ്റ്റ് പോയിന്റിലാണെങ്കിൽ ബി ടു സി, സെക്കൻഡ് പോയിന്റിലാണെങ്കിൽ ഡി ടു ഇ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആ ഒരു പ്രഷർ പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി, ഇവയുടെ സമ്മ് ഇത് കോൺസ്റ്റന്റ് ആണ് എന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഈ രണ്ട് എൻഡിലും ഉള്ള വർക്കിൻ്റെ ഇക്വേഷനാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ദ ടോട്ടൽ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് ഈസ് W1 plus W2 that is equal to P1 delta V minus P2 delta V. രണ്ട് എൻഡിലുമുള്ള വർക്കിൻ്റെ ടോട്ടലാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരു സ്ട്രീം ലൈൻ ആയിട്ടുള്ള ഒരു ഫ്ലോ ഈ രണ്ട് എൻഡിലും ഉണ്ടെങ്കിൽ അവിടുത്തെ വർക്കിൻ്റെ ടോട്ടലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. W1 plus W2 is equal to P1 minus P2 into delta V. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന രീതിയിൽ എഴുതാം. ഇനി ഇവിടെ ഉണ്ടാകുന്ന kinetic energy change. The change in its kinetic energy is delta K is equal to half m into V2 square minus V1 square. ഇത് ഇക്വേഷൻ നമ്പർ 2. V1 ഉം V2 ഒക്കെ അവിടുത്തെ ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റികളാണ്, നമ്മൾ പിക്ചറിൽ കൃത്യമായി തന്നെ കാണിച്ചിരിക്കണം. The change in gravitational potential energy is delta U is equal to mg into H2 minus H1. ഇവിടെ H2 H1 എന്ന് പറയുന്നത് പൈപ്പിൻ്റെ ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് ആണ്. ബൈ വർക്ക് എനർജി തിയറം നമുക്കറിയാം, വർക്ക് എനർജി തിയറം അനുസരിച്ച് കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് ആണ് വർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ടോട്ടൽ എനർജിയുടെ ചേഞ്ച് ടോട്ടൽ വർക്ക് ആണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ W1 പ്ലസ് W2 ഇസ് ഈക്വൽ ടു ഡെൽറ്റ കെ പ്ലസ് ഡെൽറ്റ യു എന്ന രീതിയിൽ നമുക്ക് എഴുതാവുന്നതാണ്. നമുക്കിതിൻ്റെ ഇക്വേഷൻസ് എല്ലാം കൊടുത്ത് ഈ ടേം ഒന്ന് വിപുലീകരിക്കാം. P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് എം ജി ഇൻറ്റു H2 മൈനസ് H1. ഇതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് നമുക്ക് എഴുതാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നോക്കാം. ഡിവൈഡ് ഈച്ച് ടേം ബൈ ഡെൽറ്റ വി ടു ഒബ്റ്റൈൻ. നമ്മൾ എല്ലാ ഇക്വേഷനിലെ എല്ലാ ടേമിനെയും നമ്മൾ ഡെൽറ്റ വി വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ ഈ രീതിയിലാക്കി എഴുതാം. P1 മൈനസ് P2 എന്ന രീതിയിൽ LHS വരുന്നതാണ്. RHSൽ മാസ് എന്ന് പറയുന്ന ടേമിനെ എല്ലാം നമ്മൾ ഡെൽറ്റ വി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് റോയാണ്. കാരണം ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം, RHS ഇങ്ങനെ എഴുതാം: ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് റോ ജി ഇൻറ്റു H2 മൈനസ് H1. ഇനി ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ P1 minus P2 is equal to half rho V2 square half rho V1 square plus rho GH2 minus rho GH1. ഇനി നമുക്ക് രണ്ട് ടേമുകൾ, അതായത് ഇനീഷ്യൽ ഫേസിലെയും അതുപോലെ തന്നെ ഫൈനൽ ഫേസിലെയും രണ്ട് ടേമുകളെ നമുക്ക് ഇക്വേഷൻ്റെ രൂപത്തിൽ സമത്തിൻ്റെ ഇരുവശങ്ങളിലുമായി LHS RHSുമായി എഴുതാം. അങ്ങനെ ഇക്വേഷൻ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതാം: P1 plus half rho V1 square plus rho GH1 is equal to P2 plus rho V2 square plus rho GH2. ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് 1 എന്ന് പറയുന്ന ഫേസ്, പൈപ്പിലെ 1 എന്ന് പറയുന്ന ഫേസ്, അതുപോലെ തന്നെ 2 എന്ന് പറയുന്ന ഫേസ്, ഈ രണ്ട് സ്ഥലത്തെയും പ്രഷർ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയുടെയും ഇതിൻ്റെ സം എന്ന് പറയുന്നത് സെയിം ആണ് എന്നാണ്.
അപ്പോൾ ജനറലി നമുക്ക് ഇങ്ങനെ എഴുതാം, പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അതായത് ഒരു സ്ട്രീം ലൈൻ ഫ്ലോയിലിരിക്കുന്ന ഒരു ഫ്ലൂയിഡ്, അതിൻ്റെ പ്രഷർ പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന രീതിയിൽ നമുക്ക് എഴുതാം. ഇതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. അങ്ങനെ ബെർണോളിസ് പ്രിൻസിപ്പിൾ കൃത്യമായി തന്നെ പഠിച്ച് അതിൻ്റെ പ്രൂഫ് നമ്മൾ അറിഞ്ഞിരിക്കണം, കൃത്യമായി തന്നെ എഴുതി പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ടോറിസെല്ലിസ് ലോ ഓഫ് സ്പീഡ് ഓഫ് എഫ്ലക്സ് ഓഫ് ഫ്ലൂയിഡ്. കൃത്യമായി തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണിത്. Torricelli's law states that the speed of efflux of a fluid through a small hole at a depth h of an open tank is equal to the speed of freely falling body. അതായത് ഒരു ഓപ്പൺ ടാങ്കിൽ എച്ച് ഉയരത്തിലുള്ള ഒരു സ്മോൾ ഹോളിലൂടെ പുറത്തേക്ക് വരുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് ഫ്രീലി ഫോളിംഗ് ആയിട്ടുള്ള ഒരു ബോഡിയുടെ സ്പീഡിനോട് തുല്യമായിരിക്കും. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 2gh. നമുക്ക് ഇത് ഒന്ന് പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടതായിട്ടും ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ അതാണ്, നോക്കാം. പ്രൂവ് ടോറിസെല്ലിസ് ലോ ഓഫ് സ്പീഡ് ഓഫ് എഫ്ലക്സ് ഓഫ് ഫ്ലൂയിഡ്. ചിത്രമൊക്കെ കൃത്യമായി തന്നെ വരയ്ക്കുക. അക്കോർഡിംഗ് ടു ബെർണോളിസ് പ്രിൻസിപ്പിൾ, P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ GH1 ഈക്വൽ ടു P2 plus half rho V2 square plus rho GH2. Here V2 velocity V2 is equal to 0. Therefore RHSന് മാത്രം ഒരു ചെറിയ വ്യത്യാസം വരുന്നു, അവിടുത്തെ V2 ഉള്ള ടൈം ഇല്ലാതാകുന്നു. അങ്ങനെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. P1ന് പകരം PA എന്ന് ചേർക്കാം, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. PA പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ GY1 ഈക്വൽ ടു P പ്ലസ് റോ GY2. ഹാഫ് റോ V1 ഈക്വൽ ടു റോ G ഇൻറ്റു Y2 മൈനസ് Y1 പ്ലസ് P മൈനസ് PA. നമുക്ക് Y2 മൈനസ് Y1നെ H എന്ന് ഡിനോട്ട് ചെയ്യാം. അങ്ങനെ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഹാഫ് റോ V1 ഈക്വൽ ടു റോ GH പ്ലസ് P മൈനസ് PA or V1 square equal to 2GH plus 2 into P minus PA divided by rho. V1 equal to square root of 2GH plus 2 into P minus PA divided by rho. If the tank is open to the atmosphere, P is equal to PA. നമുക്ക് ഇക്വേഷൻ അതുകൊണ്ട് തന്നെ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യാം. പിയും പി എയും ഈക്വൽ ആയതുകൊണ്ട് ആ ടേം ക്യാൻസൽ ആയി പോകുന്നതാണ്. അതുകൊണ്ട് V1 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2GH. അതായത് ഒരു സ്മോൾ സുഷിരത്തിലൂടെ H ഉയരത്തിലിരിക്കുന്ന ഒരു സ്മോൾ സുഷിരത്തിലൂടെ ഒരു ടാങ്കിൽ നിന്നും സ്പീഡ് ഓഫ് എഫ്ലക്സ് എത്രയാണ്? അപ്പോൾ അത് V1 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2GH എന്ന രീതിയിൽ നമുക്ക് പ്രൂഫ് നമുക്ക് ചെയ്ത് കാണിക്കാവുന്നതാണ്. കൃത്യമായി തന്നെ ഇത് ഓർത്തിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെഞ്ചുറിമീറ്റർ പ്രിൻസിപ്പിൾ യൂസ്ഡ് ഇൻ ഡാഷ്. എവിടെയൊക്കെയാണ് വെഞ്ചുറിമീറ്റർ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നത്? ദ കാർബറേറ്റർ ഓഫ് ഓട്ടോമൊബൈൽ, ഫിൽറ്റർ പമ്പ്സ് ഓർ ആസ്പിറേറ്റേഴ്സ്, ബെൻസൺ ബർണർ, ആറ്റമൈസേഴ്സ്, സ്പ്രേയേഴ്സ് യൂസ്ഡ് ഫോർ പെർഫ്യൂംസ് ഓർ ടു സ്പ്രേ ഇൻസെക്ടിസൈഡ്. കൃത്യമായി നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബ്ലഡ് ഫ്ലോ ആൻഡ് ഹാർട്ട് അറ്റാക്ക് യൂസിങ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. നമുക്കതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. ദ ആർട്ടറി മേ ഗെറ്റ് കൺസ്ട്രിക്റ്റഡ് ഡ്യൂ ടു ദ അക്യുമുലേഷൻ ഓഫ് plaque on its inner walls. The speed of flow of the blood in this region is raised, which lowers the pressure inside, and the artery may collapse due to the external pressure. The heart exerts further pressure to open this artery and forces the blood through. As the blood rushes through the opening, the internal pressure once again drops due to the same reason, leading to repeat collapse. This may result in heart attack. നമ്മുടെ ആർട്ടറിയിൽ പ്ലേഗ്, അതായത് എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് അടിഞ്ഞ് ഒരു തടസ്സം ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ബ്ലഡിൻ്റെ ഫ്ലോ അത് റൈസ് ചെയ്യുന്നു. അങ്ങനെ ആ ഭാഗത്ത് പ്രഷർ ലോവർ ആകുന്നു. അപ്പോൾ ഈ ആർട്ടറിയുടെ വെളിയിലുള്ള എക്സ്റ്റേണൽ പ്രഷർ കാരണം അവിടെ കൊളാപ്സ് ഉണ്ടാകുന്നു. ഹാർട്ട് ഈ ഭാഗത്തുള്ള ബ്ലഡ് ഫ്ലോ വീണ്ടും വർദ്ധിപ്പിക്കുന്നു.
അതായത് അവിടെ ഒരു തടസ്സം ഉണ്ടായിരിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും വെലോസിറ്റി അടുത്തൊരു സ്ഥലത്ത് കുറയുകയും അവിടെ ഒരു കൊളാപ്സ് ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ റിപ്പീറ്റ് കൊളാപ്സ് ഉണ്ടാകുന്നു. അപ്പം ഇങ്ങനെയാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് ബെർണോളിസ് പ്രിൻസിപ്പിളുമായി ചേർത്ത് നമുക്ക് പറയാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ മാഗ്നസ് എഫക്റ്റ്. നോക്കാം. The relative velocity of air above the ball is larger and below it is smaller. This difference in the velocity of air results in the pressure difference between the lower and upper phases. There is a net upward force on the wall. The dynamic lift due to spinning is called Magnus effect. ഒരു ക്രിക്കറ്റ് ബോള്, ഒരു സ്പിന്നിങ് ബോളൊക്കെ വരുമ്പോൾ ആ ബോളിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും പ്രഷർ ഡിഫറൻസ് അനുഭവപ്പെടുന്നു. ബോളിൻ്റെ മുകളിൽ എയറിൻ്റെ വെലോസിറ്റി വർദ്ധിക്കുകയും എയറിൻ്റെ താഴ്ഭാഗത്ത് വെലോസിറ്റി കുറയുകയും ചെയ്യുന്നു. ഫലഫലമായി ഉണ്ടാകുന്ന പ്രഷർ ഡിഫറൻസ് കാരണം ബോളിന് സ്പിന്നിങ് എഫക്റ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനെയാണ് മാഗ്നസ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആൻ എയറോഫിൽ and how a dynamic lift is produced on aircraft wing. നോക്കാം. Aerofoil is a soil piece shaped to provide an upward dynamic lift when it moves horizontally through air. When the aerofoil moves against the wind, the flow speed of air on the top is higher than below it. There is an upward force resulting in a dynamic lift of the wings and this balances the weight of the plane. എയറോപ്ലെയിൻ്റെ ഒക്കെ വിങ്സ്, അപ്പോൾ അവിടെ എങ്ങനെയാണ് പ്രഷർ ഡിഫറൻസ്, എങ്ങനെയാണ് ഇത് എയറിൽ ഉയർന്നു നിൽക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എയറോഫിലുകളുടെ എല്ലാം ലീഫിൻ്റെ മുകളിൽ അവിടെ എയർ വെലോസിറ്റി വളരെ കൂടുതലായിരിക്കും. തൽഫലമായിട്ട് തന്നെ അവിടെ പ്രഷർ വളരെ കുറഞ്ഞ രീതിയിലായിരിക്കും. ഇതിനടിയിലുള്ള ഭാഗത്ത് പ്രഷർ കൂടുതലുള്ളതായിരിക്കും. അങ്ങനെ ഒരു അപ്വാർഡ് ഫോഴ്സ് അവിടെ രൂപപ്പെടുന്നു. അങ്ങനെ തന്നെ വിൻഡിൽ നമുക്ക് അതിനെ ബാലൻസ് ചെയ്ത് നിർത്താൻ സാധിക്കുന്നു. എയറോപ്ലെയിൻ്റെ കാര്യമൊക്കെ അതിൻ്റെ ലീഫിൻ്റെ കാര്യമൊക്കെ ഈ ഒരു തിയറിയുടെ ബേസിലാണ് നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ വിസ്കോസിറ്റി. The internal frictional force that acts when there is a relative motion between the layers of the liquid is called viscosity. അതായത് ലിക്വിഡ്സ് ഒഴുകുന്നത് ലെയറുകളായിട്ടാണ്. അങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ ഓരോ ലെയറുകൾക്കിടയിലും റിലേറ്റീവ് മോഷനെ തടയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഓപ്പോസ് ചെയ്യുന്ന രീതിയിൽ അനുഭവപ്പെടുന്ന ആ ഒരു ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് വിസ്കോസിറ്റി. രണ്ട് സോളിഡ് സർഫസുകൾ കോണ്ടാക്റ്റിൽ വരുമ്പോഴുള്ള ഫോഴ്സിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ്, സെയിം രീതിയിലുള്ള ഫോഴ്സ് ലിക്വിഡ്സിൽ അനുഭവപ്പെടുന്നതാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. വിസ്കോസിറ്റിയുടെ കോഎഫിഷ്യന്റിന്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ദ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഈറ്റ ഫോർ എ ഫ്ലൂയിഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഷിയറിംഗ് സ്ട്രെസ് ടു ദ strain rate. Eta equal to shearing stress divided by strain rate, that is equal to F by A divided by V by L, or eta equal to FL divided by V into A. Next question, the viscosity of liquids dash with temperature while the viscosity of gases dash in the case of gases. ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ അനുസരിച്ച് വിസ്കോസിറ്റി ലിക്വിഡ്സിലും ഗ്യാസിലും എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലിക്വിഡ്സിൽ വിസ്കോസിറ്റി ടെമ്പറേച്ചർ വർദ്ധിക്കുന്നതിനനുസരിച്ച് കുറയുകയാണ് ചെയ്യുന്നത്, എന്നാൽ ഗ്യാസിൽ അത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് സ്റ്റോക്സ് ലോ. സ്റ്റോക്സ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് F on a sphere of radius A moving with velocity V through a fluid of coefficient of viscosity eta is F equal to 6 pi eta AV. കൃത്യമായി തന്നെ നാം പഠിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
What is terminal velocity? For an object falling through viscous medium, when the viscous force plus buoyant force becomes equal to the weight of the body, the net force and acceleration becomes zero. Then the object descends with a constant velocity called a terminal velocity. ഒരു വിസ്കസ് മീഡിയത്തിലൂടെ ഒരു ഒബ്ജക്റ്റ് താഴേക്ക് മൂവ് ചെയ്യുകയാണ്. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു പോയിന്റിൽ ബോയന്റ് ഫോഴ്സും വിസ്കസ് ഫോഴ്സും അത് ആ ബോഡിയുടെ വെയ്റ്റുമായി തുല്യമായി വരുന്നു. വിസ്കസ് ഫോഴ്സും ബോയന്റ് ഫോഴ്സും ചേരുന്ന ആ ഒരു ഫോഴ്സ് ബോഡിയുടെ വെയ്റ്റിനോട് തുല്യമായി വരുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ നെറ്റ് ഫോഴ്സും ആക്സിലറേഷനും സീറോ ആകുന്നു. അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ ഉള്ള ആ ഒബ്ജക്റ്റ് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ആ വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കൊന്ന് ഡിറൈവ് ചെയ്യാം. കൺസിഡർ എ റെയിൻ ഡ്രോപ്പ് ഓഫ് എയർ. ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ഡ്രോപ്പ് ആർ weight acting downwards, that is Fg equal to 4/3 pi a cube rho into g. Buoyant force acting upwards Fb, that is equal to 4/3 pi a cube into rho into g. Viscous force Fv equal to 6 pi eta av. കൃത്യമായി തന്നെ നമുക്ക് ഇത് പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. ഒരു റെയിൻ ഡ്രോപ്പിനെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. അതിൽ അനുഭവപ്പെടുന്ന 3 ഫോഴ്സുകൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇൻ ഈക്വിലിബ്രിയം 6 pi eta av plus 4/3 pi a cube rho g equal to 4/3 pi a cube rho g എന്ന് നമുക്ക് എഴുതാം. ഇതിൽ നിന്നും 6 pi eta av നമുക്ക് എഴുതാവുന്നതാണ്. ആ ഇക്വേഷനിൽ നിന്ന് വെലോസിറ്റിയുടെ ടേം നമുക്ക് കണ്ടുപിടിക്കാം. വി ടി, അതിനെ നമുക്ക് ടെർമിനൽ വെലോസിറ്റി എന്ന് വിളിക്കാം. വി ടി ഇസ് ഈക്വൽ ടു 2ax² ഇൻറ്റു റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ 9 ഈറ്റ. കൃത്യമായി തന്നെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ റെയ്നോൾഡ്സ് നമ്പർ. റെയ്നോൾഡ്സ് നമ്പർ ആർ ഇ ഈസ് ഈക്വൽ ടു റോ വി ഡി ഡിവൈഡഡ് ബൈ ഈറ്റ. ഒരു ലിക്വിഡിന്റെ ഫ്ലോ സ്ട്രീംലൈൻ ആണോ അല്ലെങ്കിൽ ടർബുലന്റ് ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു നമ്പറിനെയാണ് റെയ്നോൾഡ്സ് നമ്പർ എന്ന് വിളിക്കുന്നത്. ഈ നമ്പറിന് പ്രത്യേകതയുണ്ട്. റെയ്നോൾഡ്സ് നമ്പർ 1000-നേക്കാൾ കുറവാണ് എങ്കിൽ നമുക്കതിനെ ദ ഫ്ലോ ഈസ് സ്ട്രീം ലൈൻ ഓർ ലാമിനാർ എന്ന രീതിയിൽ പരിഗണിക്കാം. 2000-ന് മുകളിലാണെങ്കിൽ ദ ഫ്ലോ ഈസ് ടർബുലന്റ്. എന്നാൽ 1000-നും 2000-നും ഇടയിലുള്ള ആ ഒരു റീജിയൻ അവിടെ എങ്ങനെയാണെന്ന് നോക്കാം. ആർ ഇ ബിറ്റ്വീൻ 1000 ആൻഡ് 2000 ദ ഫ്ലോ ബിക്കംസ് അൺസ്റ്റഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ സർഫസ് ടെൻഷൻ. Surface tension is a force per unit length or surface energy per unit area acting in the plane of the interface between the plane of the liquid and any other substance. Surface tension is equal to force by length. The SI unit is Newton per meter. Dimension formula is mt raised to -2. Next question, the surface tension of liquid dash with temperature. ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ അനുസരിച്ച് എന്താണ് ചെയ്യുന്നതെന്നാണ്, ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ സർഫസ് ടെൻഷൻ ഈസ് ഈക്വൽ ടു സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ. ഇൻ ഓർഡർ ടു കീപ് ദ ബാർ ഇൻ ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ സം വർക്ക് ഹാസ് ടു ബി ഡൺ അഗെയിൻസ്റ്റ് ദിസ് ഇൻവാർഡ് പുൾ. W is equal to F into D. വർക്കിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ബാർ ഉണ്ട്. ആ ബാറ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഡി ആണ്. അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ആണ്. നമുക്ക് ഈ ലിക്വിഡിലൂടെ ഈ ബാർ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നതിനനുസരിച്ചുള്ള വർക്ക് നമുക്ക് എഴുതാവുന്നതാണ്. W is equal to F into D. If the surface energy of the film is S per unit area, the extra area is 2dl. The film has two sides. The energy or the extra surface energy equal to S into 2dl, equation number 2. The extra surface energy is equal to work done. Then S into 2dl equal to Fd or S equal to F divided by 2l.
This is surface tension. S equal to F by 2L. That is equal to surface tension. Equation കൃത്യമായി തന്നെ നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. Next question. Some effects of surface tension. Explain some effects of surface tension. കൃത്യമായി തന്നെ നമ്മൾ ഈ പോയിന്റുകളെല്ലാം അറിഞ്ഞിരിക്കണം. സർഫസ് ടെൻഷൻ കാരണം ഉണ്ടാകുന്ന കുറച്ച് എഫക്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. പോയിന്റുകൾ ഇതൊക്കെയാണ്. ഓയിൽ ആൻഡ് വാട്ടർ ഡു നോട്ട് മിക്സ്. വാട്ടർ വെറ്റ്സ് യു ആൻഡ് മീ ബട്ട് നോട്ട് ഡക്സ്. Mercury does not wet glass but water sticks on it. Oil rises up a cotton wick in spite of gravity. Sap and water rises up to the top of the leaves of the tree. Hairs of paintbrush do not cling together when dry and even when dipped in water, but from a fine tip when taken out of it. കൃത്യമായി തന്നെ ഈ പോയിന്റുകൾ നാം അടിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫൈൻ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. The angle between tangent to the liquid surface at the point of contact and solid surface inside the liquid is termed as the angle of contact theta. Angle of contact is obtuse for water on a waxy or oily surface, mercury on any surface. Angle of contact is acute for water on glass or on plastic, kerosene on virtually anything. Next question. Why are small drops on bubbles spherical in shape? Due to surface tension, liquid surface has tendency to reduce the surface area. For a given volume of sphere has minimum surface area. For a given volume, sphere has minimum surface area. So, small drops and bubbles are spherical in shape. Next question. Why are large drops and bubbles not in spherical shape but flattened? For large drop, the effect of gravity predominates that of surface tension and they get flattened. ചെറിയ ഡ്രോപ്പുകൾ അതുപോലെ തന്നെ ബബിൾസ് ഇവയെല്ലാം സ്പെറിക്കൽ ഷേപ്പിലായിരിക്കും. കാരണം സ്പെറിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത് ഗിവൺ വോളിയത്തിൽ ഏറ്റവും കുറഞ്ഞ സർഫസ് ഏരിയ ഉള്ള ആ ഒരു ഷേപ്പാണ്. അപ്പോൾ ലിക്വിഡ്സിൻ്റെ ഒക്കെ ചെറിയ ഡ്രോപ്പുകൾക്ക് ഏറ്റവും കുറഞ്ഞ സർഫസ് ഏരിയയിൽ ഇരിക്കാനാണ് ടെൻഡൻസി. അപ്പോൾ അതുകൊണ്ട് അവ ചെറിയ സർഫസ് ഏരിയ ആയിട്ടുള്ള സ്പെറിക്കൽ ഷേപ്പ് സ്വീകരിക്കുന്നതാണ്. എന്നാൽ വലിയ ഡ്രോപ്പുകളിലേക്ക് വരും തോറും എഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് പ്രീഡോമിനേറ്റ്സ് ആയിരിക്കും, അതായത് സർഫസ് ടെൻഷനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫ്ലാറ്റൻഡ് ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. കൃത്യമായി തന്നെ ഇതിന്റെ തിയറി നാം പഠിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ എക്സസ് പ്രഷർ ഇൻസൈഡ് എ സ്ഫെറിക്കൽ ഷോ. സ്ഫെറിക്കൽ ഡ്രോപ്പ്. ഒരു സ്ഫെറിക്കൽ ഡ്രോപ്പിന്റെ ഇൻസൈഡിൽ ഉണ്ടാകുന്ന എക്സസ് ഓഫ് പ്രഷർ എത്രയാണെന്നുള്ളതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് പഠിക്കേണ്ടതാണ്. നമ്മൾ അതിൻ്റെ ചിത്രം കൃത്യമായി തന്നെ പഠിക്കുക, അതിലെ പോയിന്റുകൾ രേഖപ്പെടുത്തുക. ദ വർക്ക് ഡൺ ഇൻ എക്സ്പാൻഷൻ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് സ്പെറിക്കൽ ഡ്രോപ്പിലെ പ്രഷർ ഡിഫറൻസ് കാരണമുണ്ടാകുന്ന എക്സ്പാൻഷൻ, അപ്പോഴുണ്ടാകുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന രീതിയിൽ നമുക്ക് എഴുതാം. That is equal to excess pressure into area into displacement. അതായത് ഫോഴ്സ് എന്ന് പറയുന്നത് പ്രഷർ ഇൻറ്റു ഏരിയ എന്ന രീതിയിൽ നമുക്ക് എഴുതാം, ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ദെൻ W is equal to PI minus PO ഇൻറ്റു 4π² ഇൻറ്റു ഡെൽറ്റ ആർ എന്ന രീതിയിൽ നമുക്ക് ഇക്വേഷൻ്റെ രൂപത്തിൽ എഴുതാം. ഇക്വേഷൻ നമ്പർ 1 ആണ്. ദിസ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ദ ഇൻക്രീസ് ഇൻ സർഫസ് എനർജി. ദെൻ എക്സ്ട്രാ സർഫസ് എനർജി ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. നമുക്കത് ഇക്വേഷൻ രൂപത്തിൽ ഇങ്ങനെ എഴുതാം. എക്സ്ട്രാ സർഫസ് എനർജി ഈക്വൽ ടു എസ് ഇൻറ്റു 8πr ഡെൽറ്റ ആർ. ഇക്വേഷൻ നമ്പർ 2. ദ വർക്ക് ഡൺ ഈക്വൽ ടു എക്സ്ട്രാ സർഫസ് എനർജി. ദെൻ PI മൈനസ് PO ഇൻറ്റു 4π² ഇൻറ്റു ഡെൽറ്റ ആർ ഈസ് ഈക്വൽ ടു 8πr
ആർ ഡെൽറ്റ ആർ ഇൻറ്റു എസ്, ഇക്വേഷൻ നമ്പർ 3. ഇതിൽ നിന്ന് പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാം. പി ഐ മൈനസ് പി ഒ ഈക്വൽ ടു 2s ഡിവൈഡഡ് ബൈ ആർ. ഇക്വേഷൻ കൃത്യമായി തന്നെ ഡിറൈവ് ചെയ്ത് നാം പഠിച്ചിരിക്കേണ്ടതാണ്. പ്രഷർ ഡിഫറൻസിന്റെ മറ്റൊരു ഇക്വേഷൻ ആണ് അടുത്തത് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ എക്സസ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ് ബബിൾ. എ ബബിൾ ഹാസ് 2 free faces, then Pi minus Po equal to 2 into 2s divided by R. That is Pi minus Po equal to 4s divided by R. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായി തന്നെ പഠിച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is capillary rise? What is the phenomenon responsible for it? The water rises up in capillary tube dipped in a liquid in spite of gravity. This is called a capillary rise. Surface tension is responsible for capillary rise. അപ്പോൾ എന്താണ് capillary rise എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ഒരു ചെറിയ സുഷിരങ്ങളിലൂടെയുള്ള ലിക്വിഡ്സിന്റെ ആ ഒരു ഫ്ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് capillary rise. സർഫസ് ടെൻഷൻ ആണ് ഇതിന് കാരണമായിട്ട് നിൽക്കുന്നത്. capillary റൈസിന്റെ എക്സ്പ്രഷൻ നമ്മൾ കൃത്യമായി തന്നെ പഠിച്ചിരിക്കുക. H equal to 2s cos theta divided by rho GA. Next question. What is capillary depression? Capillary റൈസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ഒരു കാര്യമാണിത്. When liquid level lower in capillary tube dipped in a liquid, it is called capillary fall or capillary depression. Next question. Why Mercury shows capillary depression? For Mercury, the angle of contact theta will be obtuse. Then cos theta is negative and hence the value of H will be negative. So Mercury shows capillary depression. Next question. How soaps and detergents helps to remove dirt from clothes? The molecules of detergents produce a water oil interface which reduces the surface tension between oil and water surface, and dirt can be removed by running water. Detergents അല്ലെങ്കിൽ സോപ്സ് ഡയറക്റ്റ് ആയിട്ടുള്ള ക്ലോത്ത്സിലെ വാട്ടറിൻ്റെ അതുപോലെ തന്നെ ഓയിലിൻ്റെ ഈ രണ്ട് സർഫസുകൾക്കിടയിൽ ഉണ്ടാകുന്ന സർഫസ് ടെൻഷനെ റിമൂവ് ചെയ്യുകയും കൃത്യമായി തന്നെ വെള്ളത്തിന് ഓയിൽ അല്ലെങ്കിൽ ഡേർട്ടിൻ്റെ അടുത്തേക്ക് എത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് സർഫസ് ടെൻഷൻ കുറച്ച് ഓയിൽ വാട്ടർ ആ ഒരു കോണ്ടാക്റ്റ് വരുത്തുകയും കൃത്യമായി തന്നെ ഈ ഡേർട്സ് ആ ക്ലോത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്കൽസ് ലോ, ബെർണോളിസ് പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ സർഫസ് ടെൻഷൻ, സർഫസ് എനർജി, അതുപോലെ കാപ്പിലറി റൈസ്, കാപ്പിലറി ഡിപ്രഷൻ, എക്സസ് ഓഫ് പ്രഷർ ഇൻസൈഡ് എ സ്ഫെറിക്കൽ ഡ്രോപ്പ് എന്ന് പറയുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്. നമ്മളിതിൽ നിന്ന് 1 മാർക്കിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. കുറച്ച് ഇക്വേഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. ഏറ്റവും കൂടുതൽ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് ബെർണോളിസ് പ്രിൻസിപ്പിൾ, അതിൻ്റെ ആപ്ലിക്കേഷൻ ആണ്. ഹൈഡ്രോളിക് മെഷീൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നീട് പലതരത്തിലുള്ള ലോയുടെ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് പ്രത്യേകമായി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. കൃത്യമായി തന്നെ ഈ ചാപ്റ്ററിലെ എല്ലാ ഇക്വേഷൻസും ഡെറിവേഷൻസും എല്ലാവരും പഠിക്കുക. +1 ഫിസിക്സിലെ 10ാമത്തെ ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഈ ചാപ്റ്ററാണ് ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അടുത്ത ചാപ്റ്ററിൻ്റെ റിവിഷൻ വീഡിയോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. ഫിസിക്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭ്യമാകുവാൻ ഈ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായി നമുക്ക് കാണാം. അതുവരെ നമസ്കാരം.